ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ടൈപ്പ് ഓഫ് എന്താണ് ഹീറ്റ് എക്സ്ചേഞ്ചർ അനാലിസിസിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് LMTD മെത്തേഡാണ്. അതിൽ ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ കേസിലും കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ കേസിലും നമ്മൾ ഡിറൈവ് ചെയ്തു. അത് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആ LMTD മെത്തേഡിൽ θm എന്ന് പറയുന്ന LMTD എന്ന് പറയുന്നത് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചേഴ്സ് ഫിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു അനാലിസിസ് ആണ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു പർട്ടിക്കുലർ എഫിഷ്യൻസിയിൽ അല്ലെങ്കിൽ ഈ ഒരു നമുക്ക് ഈ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഹീറ്റ് എക്സ്ചേഞ്ചിൻ്റെ എഫിഷ്യൻസി നമുക്ക് എങ്ങനെ പറയാം? വാട്ട് ഈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ? രണ്ടും ഒന്നല്ല. അപ്പോൾ അതെന്താണ്, ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ നമുക്കിപ്പോൾ സപ്പോസ് നമുക്ക് ഇത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ വേണം എന്ന് വെച്ചിട്ട് നമ്മളൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുന്നതാണ് ഇതുകൂടി എളുപ്പം. മറ്റത് നമുക്ക് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് എക്സിറ്റ് അല്ലെങ്കിൽ ഇൻലെറ്റിലെയും എക്സിറ്റിലെയും ടെമ്പറേച്ചേഴ്സ് ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ നമുക്ക് ഓൾറെഡി അതിൻ്റെ എഫക്റ്റീവ്നെസ് സെറ്റ് ചെയ്തുകൊണ്ട് ആ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ആ ടെമ്പറേച്ചേഴ്സ് നമുക്ക് എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് നമുക്കിതിൻ്റെ ഹീറ്റ് എക്സ്ചേഞ്ചർ അനാലിസിസ് നടത്താനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ NTU മെത്തേഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ് എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പറയുന്നതിന് മുമ്പ് നമ്മൾ ഇതിലെ ഈ ഒരു പോർഷൻ പഠിച്ചു തീർക്കുന്നത്, അതായത് പ്രോബ്ലംസ് അവസാനമേ ചെയ്യത്തുള്ളൂ. അവസാനം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം കൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്രോബ്ലംസിലേക്ക് പോകുന്നുള്ളൂ. അപ്പം നമുക്കിവിടെ ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. അതായത് നമ്മൾ പുതിയൊരു മെത്തേഡ് പഠിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ ഹീറ്റ് എക്സ്ചേഞ്ചിൻ്റെ എഫക്റ്റീവ്നെസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് പറയും. പിന്നെ അടുത്ത അതായത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ് ഫോർ എ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ് ഫോർ എ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ ഡിറൈവ് ചെയ്യാനായിട്ടുണ്ട്. ഡെറിവേഷൻ ഇത്തിരി ലെന്തിയായിട്ടുള്ളൊരു സാധനമാണ് ഇതിൻ്റെ ഡെറിവേഷൻ. അതായത് NTU നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ് ഫോർ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ പിന്നെ എളുപ്പമാണ്. കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ വീണ്ടും കുറേ അറേഞ്ച്മെൻറ്റ്സ് കൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പലരും അത് സ്കിപ്പ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഈ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ NTUവിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെറിവേഷൻ എന്തായാലും ചെയ്യും. അപ്പോൾ സമയമെടുത്ത് പഠിക്കേണ്ട രണ്ട് സാധനങ്ങളാണിത്. ബട്ട് നമ്മൾ ആ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും അധികം തലപോയിക്കേണ്ട കാര്യങ്ങളൊന്നും വരത്തില്ല. ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്സുകൾ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നതും ഈ NTUവിൻ്റെ ഇക്വേഷൻ, അതായത് നമ്മുടെ NTU എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് Q നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഈ ഇക്വേഷൻസൊക്കെ നമ്മുടെ ഡേറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. സോ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കമ്പയർഡ് ടു ഇതിൻ്റെ ഡെറിവേഷൻ. അതുകൊണ്ട് പ്രോബ്ലം എന്തായാലും ആദ്യമേ അങ്ങ് പഠിച്ചു വെക്കുക. ഡെറിവേഷൻ അറിയാമെങ്കിൽ, നിങ്ങൾക്ക് അതിൻ്റെ കൺസെപ്റ്റ്സ് അറിയാമെങ്കിൽ മാത്രമേ പ്രോബ്ലംസ് നല്ലപോലെ ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് മാനേജ് ചെയ്ത് പഠിക്കുക. ഒരു തവണയെങ്കിലും ജസ്റ്റ് ഇപ്പോൾ ഡെറിവേഷൻ പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തതാണെങ്കിൽ കൂടി ഒന്നും കണ്ടെങ്കിലിരിക്കുക, ഈ ഒരു ഡെറിവേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റിലേക്ക് നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ കൊണ്ടുവരുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡയമെൻഷൻലെസ് നമ്പറാണ്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എഫക്റ്റീവ്നെസ് ഞാനിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് എപ്സിലോൺ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ എപ്സിലോൺ എന്ന് പറയുന്ന ഹീറ്റ് എക്സ്ചേഞ്ചർ എഫക്റ്റീവ്നെസ്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് എക്സ്ചേഞ്ചർ എഫക്റ്റീവ്നെസ്, ദ എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? എപ്സിലോൺ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അതെന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ്, നമുക്കിങ്ങനെ പറയാൻ പറ്റും, ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ. അതായത് മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എഫക്റ്റീവ്നെസ് എപ്സിലോൺ എന്ന് വിളിക്കുന്നത്. എഫക്റ്റീവ്നെസ് ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ചർ. തീർന്നില്ല. എഫക്റ്റീവ്നെസ് നമുക്ക് Q/Q max എന്നൊക്കെ നമുക്ക് എഴുതി വെക്കാം. പക്ഷേ എന്താണ് ഈ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് ഉദ്ദേശിക്കുന്നത്? ആ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? നിങ്ങൾ അത് ഒന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, പാരലോ കൗണ്ടറോ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ടെമ്പറേച്ചർ ഡിസ്റ്റൻസ് ഡയഗ്രാം ഉണ്ടെങ്കിൽ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്താണെന്ന് അറിയാലോ?
അതായത് TH1 ഇവിടെ കയറുന്നു, ഇങ്ങോട്ട് പോകും തോറും ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായി മാറും? TH2 ആയി മാറും. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ കയറുന്ന ടെമ്പറേച്ചർ TC1 ആണ്. ഇങ്ങോട്ട് പോകും തോറും ടെമ്പറേച്ചർ കൂടി ഇവിടെ എത്തുമ്പോൾ ടെമ്പറേച്ചർ എന്തായി മാറും? TC2 ആയി മാറും. ഓക്കെ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞത് AMTD കൂടെ നമ്മൾ പഠിക്കാറുണ്ട് കേട്ടോ, അരിത്തമെറ്റിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നും എപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നും ജസ്റ്റ് പറയാൻ വിട്ടുപോയതാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരിത്തമെറ്റിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യും AMTD കൂട്ടത്തിൽ തന്നെ ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു വരാം. അപ്പം ടെമ്പറേച്ചർ TH1 TH2 എന്താണ്, TC1 നിന്ന് TC2. അപ്പോൾ ഇതൊക്കെ ഓക്കെയാണ്. ഇതിൻ്റെ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മുടെ ഹോട്ട് ഫ്ലൂയിഡാണ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഈ കോൾഡ് ഫ്ലൂയിഡിനെ ഹീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹോട്ട് ഫ്ലൂയിഡിനെ കൂളാക്കുന്നതിന് വേണ്ടിയിട്ടോ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടോ ആയിരിക്കുമല്ലോ നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സംഭവിക്കുന്ന ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ രണ്ട് സാധനങ്ങൾ നമ്മളിപ്പോൾ അവിടെ ഒരു ഹോട്ട് ഫ്ലൂയിഡ് ഉണ്ട്, അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TH ആണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു ഹോട്ട് ഫ്ലൂയിഡ് ഉണ്ട്, ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഹയർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ TH1 ലോവർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? TH2. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഒരു സ്ഥലത്ത് ഹോട്ട് ഫ്ലൂയിഡ് കയറുന്നു, ഹോട്ട് ഫ്ലൂയിഡ് ഈ സ്ഥലത്ത് കയറുന്നു, ഇറ്റ് ഈസ് ഹാവിങ് ടെമ്പറേച്ചർ TH1, ഇതിൻ്റെ പുറത്തിറങ്ങുന്ന ടെമ്പറേച്ചർ TH2. മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ നടന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഇപ്പോൾ ഒരു 200 ഡിഗ്രി സെൽഷ്യസ് കയറുന്നു, ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 100 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കൂൾഡ് ആവുന്നു. പക്ഷേ ഈ കോൾഡ് ഫ്ലൂയിഡ് ഇവിടെ TC1 കയറുന്നത് ഇപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതിവിടെ എത്തുമ്പോഴത്തേക്ക് അത് ഹീറ്റായി ഇപ്പം എത്രയാണെന്നറിയാം? 70 ഡിഗ്രി സെൽഷ്യസ് ആയി മാറുന്നു വെച്ചാൽ ഇവിടെ നടന്നത് മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ ആണോ? ഒന്ന് ആലോചിക്കുക. ഈ 30 ഡിഗ്രി കയറിയ ഹീറ്റിനെ, കോൾഡ് ഫ്ലൂയിഡിനെ, അതായത് TC1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ കയറിയ സാധനത്തിനെ നമുക്ക് ഈ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ വെച്ച് മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ എത്രത്തോളം നടത്താമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ടെമ്പറേച്ചർ എവിടം വരെ ആക്കാം? TH1 വരെ ആക്കാം. അതായത് നമ്മളൊന്ന് ആലോചിക്കുക, രണ്ട് ഫ്ലൂയിഡ്സിന് ഇടയ്ക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ നമ്മളിപ്പം പറയുകയാണ്, ഇപ്പോൾ ഹോട്ട് ഫ്ലൂയിഡിൽ നിന്ന് കോൾഡ് ഫ്ലൂയിഡിലായിരിക്കുമല്ലോ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഹോട്ട് ഫ്ലൂയിഡ് ഉണ്ട്, ഇവിടെ കോൾഡ് ഫ്ലൂയിഡ് ഉണ്ട്. ഇപ്പോൾ ഇത് ഹോട്ടും ഇത് കോൾഡുമാണ്. അപ്പോൾ ഹോട്ട് ഫ്ലൂയിഡിൽ നിന്ന് കോൾഡ് ഫ്ലൂയിഡിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. എവിടം വരെ നടക്കും? രണ്ടിൻ്റെയും ടെമ്പറേച്ചേഴ്സ് ഈക്വൽ ആവുന്ന വരെ നടക്കും. ഇനി നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടുത്തെ ടെമ്പറേച്ചർ TC1 ആണ്, ഇത് ഇൻക്രീസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്താണ്? TH1 ആണ്. മാക്സിമം ടെമ്പറേച്ചർ ഇവിടെ TH1ഉം ഇവിടുത്തെ മിനിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ TC1 ആണ്. ഈ TC1 ഇൻക്രീസ് ആയി എവിടം വരെ പോകാം? ഈ TH1ന് ഈക്വലായി പോകുന്ന വരെ പോകാം. എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് അവിടെ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുമെന്ന് നമ്മൾ പറയുന്നത്. കാര്യം നമുക്ക് ഈ ടെമ്പറേച്ചർ കൂട്ടി എന്തോടെ TH1 വരെ കൊണ്ടുപോകാം. മനസ്സിലായില്ലേ? അല്ലാതെ എന്ന് പറഞ്ഞാൽ ആ TH1ന് ഈക്വൽ ആവുന്നത് വരേക്കും നമുക്ക് എവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഹോട്ട് ഫ്ലൂയിഡിൽ നിന്ന് കോൾഡ് ഫ്ലൂയിഡിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. അല്ലെങ്കിൽ തിരിച്ച് ചിന്തിക്കാം, TH1 എന്ന് പറയുന്നതാണ് അവിടുത്തെ ഹോട്ട് ഫ്ലൂയിഡ്, ഇതിൻ്റെ ഔട്ട്പുട്ട് ടെമ്പറേച്ചർ TH2 ആണ്. മാക്സിമം ഇതിനെ എത്ര വരേക്ക് കൂൾ ചെയ്യിക്കാൻ പറ്റും? ഈ TH2 എന്ന് പറയുന്നത് ഈ TC1ന് ഈക്വൽ ആവുന്ന വരേക്കും കൂൾ ചെയ്യിക്കാൻ പറ്റും. അതായത് ഇവിടെ എന്താണ് 200 ഡിഗ്രി സെൽഷ്യസും ഇവിടെ കയറുന്നത് 30 ഡിഗ്രി സെൽഷ്യസും ആണെങ്കിൽ ഈ ഔട്ട്പുട്ട് TC2 എന്ന് പറയുന്നത് മാക്സിമം എവിടം വരെ കൊണ്ടുപോകാം? 200 ഡിഗ്രി സെൽഷ്യസ് വരെ കൊണ്ടുപോകാം. അത് എങ്ങനെ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫറിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്താണ് തിയററ്റിക്കലി പറയാം, പോസിബിൾ ആണോ എന്നല്ലോ അത് പിന്നത്തെ കാര്യം. തിയററ്റിക്കലി നമുക്ക് പറയാൻ പറ്റും, വി ക്യാൻ ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ കോൾഡ് ഫ്ലൂയിഡ് അപ് ടു ദ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ദി ഹോട്ട് ഫ്ലൂയിഡ്. അതായത് നമ്മുടെ കോൾഡ് ഫ്ലൂയിഡിൻ്റെ ഔട്ട്പുട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അതായത് എന്താവണം? ഔട്ട്പുട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ക്യാൻ ബി ഈക്വൽ ടു ദ എന്താണ് ഇൻപുട്ട് ടെമ്പറേച്ചർ ഓഫ് ഓർ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ദ ഹോട്ട് ഫ്ലൂയിഡ് ഇഫ് ദ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഹാപ്പനിങ് ഇൻ ദാറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പോൾ നമുക്കിങ്ങനെ പറയാൻ പറ്റും, ഫോർ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ, ഫസ്റ്റ് കേസ്, ഒന്നാമത്തെ കേസ്, ഇത് കറക്റ്റ് പോയിന്റ് വൈസ് തന്നെ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ദ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഓഫ് എന്ത് ഫ്ലൂയിഡ്? കോൾഡ് ഫ്ലൂയിഡ് becomes equal to the inlet temperature of എന്താണ്? ഹോട്ട് ഫ്ലൂയിഡ്.
അതായത് ദ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ബിക്കംസ് ഈക്വൽ ടു ദ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ദി ഹോട്ട് ഫ്ലൂയിഡ്. ദാറ്റ് ഈസ് TC2 becomes equal to TH1. That is അവിടെ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഫോർ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ. ഇൻ ദ കേസ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡിൻ്റെ കേസിൽ നമുക്ക് പറയാം. അപ്പോൾ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ കേസിൽ പറയാം, ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഔട്ട്പുട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TH2 ആണ്. അത് എവിടം വരെ കൂളായി കുറയാം, എവിടം വരെ കുറയാം? നമ്മുടെ TC1 ഈക്വൽ ആവുന്നത് വരേക്കും കുറയാം മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അതും ഇതേ സെയിം കേസ് തന്നെയാണ്, മനസ്സിലായില്ലേ? ആ സമയത്ത് അപ്പം നമ്മൾ ഔട്ട്പുട്ട് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ക്യാൻ ബി ഈക്വൽ ടു ദ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ഇഫ് ദെയർ ഈസ് മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പം നമുക്ക് രണ്ടാമത്തെ ഒരു കണ്ടീഷൻ പറയാം, അതായത് ഒന്നുകിൽ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ബിക്കംസ് ഈക്വൽ ടു ദ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്. ദാറ്റ് ഈസ് ഇതിനെ ഹീറ്റ് ചെയ്ത് മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് എത്തിക്കുക. അല്ലെങ്കിൽ വേറെ രീതി പറയാം, ഹോട്ടിനെ കൂൾ ചെയ്ത്, അതായത് TH2 മിനിമം ടെമ്പറേച്ചർ ഓഫ് എന്താ എത്തിക്കുക, കോൾഡ് ഫ്ലൂയിഡ് എത്തിക്കുക. അതായാലും മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ നടന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് അപ്പം പോസിബിൾ ഫോർ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ ദ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഓഫ് എന്ത് ഫ്ലൂയിഡ്, ഹോട്ട് ഫ്ലൂയിഡ് becomes equal to inlet temperature of എന്താണ്, inlet temperature of എന്ത് ഫ്ലൂയിഡ്, കോൾഡ് ഫ്ലൂയിഡ്. ദാറ്റ് ഈസ് എന്താണ്, TH2 എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ദ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ദി ഹോട്ട് ഫ്ലൂയിഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻലെറ്റ് ടെമ്പറേച്ചർ. ഇത് പാരലൽ ഫ്ലോ അല്ലെങ്കിൽ കൗണ്ടർ ഫ്ലോ ആയാലും ഇതേ കൺസെപ്റ്റ് തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോസിബിലിറ്റീസാണ് നമ്മളിവിടെ പറയുന്നത്. മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ കേസിൽ ഈ രണ്ട് സാധനങ്ങൾ ഡയറക്റ്റ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് നമുക്കൊരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വി ഹാവ് 2 equations or 3 equations. അതായത് Q ഈസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്, ഇൻ ടേംസ് ഓഫ് കോൾഡ് ഫ്ലൂയിഡ്, നമുക്ക് 3 equations ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് എഴുതുവാണ്. ദ ആക്ച്വൽ heat transfer is given by 2 equations. അതായത് നമുക്ക് 2 equations നമ്മളിവിടെ എടുക്കുന്നു. ഫസ്റ്റ് നമ്മൾ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ കേസിൽ എടുക്കുവാണ്. ഹോട്ട് ഫ്ലൂയിഡിൻ്റെ കേസിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ, MH × CpH × ടെമ്പറേച്ചർ ഡിഫറൻസ്, ദാറ്റ് ഈസ് TH1 - TH2. ഇത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുള്ള സാധനമാണ്, നമുക്ക് അറിയാവുന്നതാണ്, പഠിച്ചിട്ടുള്ളതാണ്. കോൾഡ് ഫ്ലൂയിഡ് വെച്ച് എഴുതുവാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്, MC × മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദ കോൾഡ് ഫ്ലൂയിഡ് then to CpC into the temperature difference, that is TC2. പോസിറ്റീവ് വരാൻ വേണ്ടി TC2 മൈനസ് നമ്മൾ എന്തെടുത്തു, TC1 എടുക്കുക, മൈനസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 2 Q നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, വി ഹാവ് 2 ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്സ്. അപ്പോൾ Q ഉണ്ട്. ഇത് ആക്ച്വൽ ആയത് നമ്മൾ കണ്ടുപിടിക്കുന്ന സാധനമാണ്. ഇറ്റ് ഈസ് ദ ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ ബിക്കോസ് ദർ ഈസ് ഇൻലെറ്റ് ടെമ്പറേച്ചർ ആൻഡ് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഫിക്സ്ഡ്, ദെൻ ദ ഹീറ്റ് ട്രാൻസ്ഫർ വിൽ ബി ഗിവൺ ബൈ ദീസ് 2 equations. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ വരുമ്പോഴുള്ള കണ്ടീഷൻസ് എന്താണ്. നമ്മൾ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ കേസ് എടുക്കുമ്പോൾ, ഇഫ് വി ആർ കൺസിഡറിങ് ദ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ദ ഹോട്ട് ഫ്ലൂയിഡ്, ഫോർ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ TH2 ബിക്കംസ് എന്താണ്, TC1. TH2 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാവും, TC1 ഈക്വലാവും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ഇക്വേഷൻ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ കേസിൽ നമ്മൾ എഴുതിയ ഇക്വേഷൻ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ, അതായത് മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ഞാൻ ഇനി അടുത്ത് എഴുതാൻ പോകുന്നത്. മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ ഗിവൺ ബൈ Q max ഈസ് ഈക്വൽ ടു, നമുക്കിങ്ങനെ പറയാൻ പറ്റും, Q maxൻ്റെ വാല്യൂ നമുക്കിങ്ങനെ പറയാൻ പറ്റും, Q maxൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ TH2ൻ്റെ കേസിൽ നമുക്ക് എന്ത് കൊടുക്കാം, TC1 കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ എന്താവും, Q ഈസ് ഈക്വൽ ടു MH × CpH × TH1 - TH2ൻ്റെ സ്ഥലത്ത് TH1 - എന്ന് കൊടുത്തു, TC1 എന്ന് കൊടുക്കും. കാര്യം TH2 ഈസ് ഈക്വൽ ടു എന്താണ്, TC1 ആണ്. അപ്പോൾ ഇത് മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലേ. ഈ ഇക്വേഷൻ വെച്ച് എഴുതാമല്ലോ, നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് ഒന്ന് എഴുതി നോക്കാം. Q max ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, MC × CpC × എന്താണ്, TC2 - TC1. വാട്ട് ഈസ് TC2 - TC1? TC2 - TC1ൽ നമ്മൾ TC2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആവണം, TH1 ഈക്വൽ ആവണം, അതായത് മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ TC2ൻ്റെ സ്ഥലത്ത്
ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? TH1 സബ്സ്റ്റിറ്റ്യൂട്ട്, TH1 മൈനസ് ഇവിടെ എന്താണ് ഓൾറെഡി ഉള്ളത്? T7. ഇത് രണ്ടും മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷനാണ്. ഇത് രണ്ടും സെയിം ആണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് MHCpHും MCCpCയും ആണ്. ഓക്കെ, പക്ഷേ നമുക്ക് ഇത് രണ്ടും കൂടി എടുക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഇത് രണ്ട് വാല്യൂസ് ആയിരിക്കും തരുന്നത്. അപ്പോൾ ഇതിൽ മാക്സിമം ഏതാണ്? വാട്ട് ഈസ് ദ മാക്സിമം? അപ്പോൾ ഇതിൽ മാക്സിമം ഏതാണെന്ന് കൂടെ നമ്മൾ എല്ലാം കൂടെ കണ്ടുപിടിച്ചുകൊണ്ട് നിൽക്കാതിരിക്കാൻ വേണ്ടി അതിനൊരു കേസ് നമ്മളിവിടെ ചെയ്യണം. ബട്ട് നമുക്ക് ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് രണ്ടിലും സെയിം ആണ്. അതായത് TH1 മൈനസ് TC1 തന്നെയാണ് ഇവിടെയും TH1 മൈനസ് TC1. നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിയാലും ടെമ്പറേച്ചർ ഡിഫറൻസ് മാക്സിമം ആവുന്നത് TH1 TC1 കൂടെ മൈനസ് ചെയ്യുമ്പോഴാണ്. വേറെ എവിടെ മൈനസ് ചെയ്താലും ടെമ്പറേച്ചർ ഡിഫറൻസ് എന്തായിരിക്കും? TH1 മൈനസ് TC1 കാട്ടി കുറവായിരിക്കും. അപ്പോൾ സിംപ്ലി നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് TH1 മൈനസ് TC1 ആണ്. ബട്ട് ഈ രണ്ട് കേസിൽ MHCpH MCCpC എന്ന് പറയുന്നതിൽ ഏതെടുത്ത് വേണം? നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വേണോ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വേണോ നമ്മൾ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് കാര്യം ഈ ക്യൂവും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ കാര്യം ഇത് രണ്ടും സെയിം ആണ്, ബട്ട് ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. MCCpC ഡിഫറെൻ്റ് ആയിരിക്കും, MHCpH ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതെന്താണ് എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ടി ഒരു കണ്ടീഷൻ പഠിച്ചു വെക്കാൻ പോവാണ്. നമ്മൾ ഏതാണ് എടുക്കേണ്ടതെന്ന് പറയാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് MH ഇൻറ്റു, അതായത് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദ ഹോട്ട് ഫ്ലൂയിഡ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു നമുക്ക് CH എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. വാട്ട് ഈസ് CH? CH എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്, അതായത് ഹോട്ട് ഫ്ലൂയിഡ് കപ്പാസിറ്റി. ഓക്കെ, ഇനി അടുത്ത ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ആണ്. ഇനി MC ഇൻറ്റു CpC നമ്മൾ LMTD പഠിച്ചായിരുന്നു. CC എന്ന് പറയും. ഇറ്റ് ഈസ് ദ കോൾഡ് ഫ്ലൂയിഡ് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ കോൾഡ് ഫ്ലൂയിഡ് കപ്പാസിറ്റിയാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ MC ഇൻറ്റു CpC എന്ന് പറയുന്നത്. ഇനി ഇതിൽ രണ്ടെണ്ണത്തിൽ ഈ രണ്ട് സാധനം കൂടെ നമ്മൾ കമ്പയർ ചെയ്യും. ഇഫ് CH ഈസ് ഗ്രേറ്റർ ദാൻ CC, CH CSCനെ കാട്ടി വലുതാണ്. രണ്ട് കണ്ടീഷൻസ് പോസിബിൾ ആണ്. CH ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ CC ആവാം, അല്ലെങ്കിൽ ഇഫ് എന്താവാം CC ഈസ് ഗ്രേറ്റർ ദാൻ CH. ഈ രണ്ട് കേസ് വരും. CH വലുതും CC ചെറുതുമാണെങ്കിൽ C മിനിമം എന്ന് പറയുന്നത് CCയും C മാക്സിമം ഈസ് ഈക്വൽ ടു ഞാൻ എന്തെന്ന് കൊടുക്കും? CH എന്ന് കൊടുക്കും. കാര്യം വലുത് C മാക്സിമം എന്നും ചെറുത് C മിനിമം എന്ന് കൊടുക്കും. എന്നിട്ട് ഞാനിതിനെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് ഉണ്ടല്ലോ, ഇതിൽ ജനറലൈസ് ചെയ്തൊരു കാര്യം അങ്ങ് പറയാൻ പോവാണ്. ദ മാക്സിമം റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഫോർ എ പാരലൽ ഫ്ലോ ഓർ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ വുഡ് ഒക്വർ if the outlet temperature of the fluid with a smaller value of CH or CC. എന്ന് പറഞ്ഞാൽ ഇവിടെ സ്മാളർ വാല്യൂ ഉള്ളത് എന്തിനാണ്? CCക്കാണ്. അപ്പോൾ CC ഉള്ള ഫ്ലൂയിഡിൻ്റെ, അതായത് C മിനിമം ഇവിടെ CC ആണല്ലോ. അപ്പോൾ നമ്മുടെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കോൾഡ് ഫ്ലൂയിഡാണ്. ആ കോൾഡ് ഫ്ലൂയിഡിൻ്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ടു ബി ഈക്വൽ ടു, അതായത് ഇതിൻ്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ടു ബി ഈക്വൽ ടു ദ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ദ അതർ ഫ്ലൂയിഡ്, ദാറ്റ് ഈസ് TC2 ഈസ് ഈക്വൽ ടു TH1 എന്നാണ് ആ പറഞ്ഞ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഞാൻ ഈ സെൻറ്റൻസ് ഒന്നുകൂടെ എഴുതിയിട്ട് ഞാൻ പറയാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ദ മാക്സിമം റേറ്റ് ഓഫ് heat transfer for parallel or counter flow heat exchangers would occur if the outlet temperature of the fluid with smaller value of CH or CC, that is C minimum. അതായത് സ്മാളർ വാല്യൂ നമ്മൾ പറയുന്ന പേര് C minimum ആണ്. C minimum അതായത് ആ C minimum ഉള്ളതിൻ്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ, ആ ഫ്ലൂയിഡിൻ്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ എന്താണ്? വെയർ ടു ബി ഈക്വൽ ടു, അതെന്തിന് ഈക്വൽ ആവുന്നു? വെയർ ടു ബി ഈക്വൽ ടു ദ ഇൻലെറ്റ് ടെമ്പറേച്ചർ
ഓഫ് അതർ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ CC ആണല്ലോ മിനിമം. അപ്പോൾ CC മിനിമം ആണെങ്കിൽ അത് കോൾഡ് ഫ്ലൂയിഡാണ്. അതിൻ്റെ ഔട്ട്പുട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? TC2. അതെന്തിന് ഈക്വലായി? TH1 ഈക്വലായി. ഇനി ഈ കേസിൽ C മിനിമം എന്താണ്? C മിനിമം എന്ന് പറയുന്നത് ചെറിയ വാല്യൂ, അതായത് CH ആണ്. C മാക്സിമം എന്ന് പറയുന്നത് എന്താണ്? CC ആണ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് C മിനിമം CH. അപ്പോൾ CH ഉള്ളത് ഹോട്ട് ഫ്ലൂയിഡിനാണ്. അതിൻ്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ എന്തിന് ഈക്വലായി? ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ദി അതർ ഫ്ലൂയിഡിന് ഈക്വലായി. അപ്പോൾ നമ്മളിവിടെ എടുക്കേണ്ടത് ഈ രണ്ട് ഇക്വേഷൻസും കൂടെ നമ്മൾ എടുക്കത്തില്ല, ഇതിൽ ഒരു ഇക്വേഷൻ എടുക്കും. ഏത് ഇക്വേഷൻ? വേർ C മിനിമത്തിൻ്റെ ഇക്വേഷനാണ് നമ്മൾ എന്തിനു വേണ്ടി എടുക്കുന്നത്? മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ടത് വി ആർ ടേക്കിംഗ് ദ അത് ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ആവാം, MH×CpH ആവാം, MC, അതായത് CH ആവാം, അല്ലെങ്കിൽ എന്താവാം, CC ആവാം. ഇതിൽ C മിനിമം ഏതാണോ അതാണ് എടുക്കേണ്ടത്. അത് വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇത് രണ്ടെണ്ണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ കമ്പൈൻ ചെയ്തു. അത് രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ കൺഫ്യൂഷൻ ഇല്ല. നമ്മൾ ഏതാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഔട്ട്പുട്ട് ടെമ്പറേച്ചർ കോൾഡ് ഫ്ലൂയിഡിൻ്റെ ഇൻലെറ്റ് ആക്കണോ, അത് കോൾഡ് ഫ്ലൂയിഡിൻ്റെ ഔട്ട്പുട്ട് ടെമ്പറേച്ചർ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഇൻലെറ്റ് ആക്കണോ എന്നുള്ളത് നമ്മളിവിടെ കമ്പൈൻ ചെയ്തു. Q = C മിനിമം ഇൻറ്റു എന്താണ്? TH1 - TC1. ഇറ്റ് ക്യാൻ ബി എന്താണ്? C മിനിമം എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? ഒന്നുകിൽ CC ആവാം, അല്ലെങ്കിൽ CH ആവാം. CH ഈസ് ഗ്രേറ്റർ ദാൻ CC ആണെങ്കിൽ CC ആണ് അവിടുത്തെ C മിനിമം. CC ഈസ് ഗ്രേറ്റർ ദാൻ CH ആണെങ്കിൽ CH ആണ് അവിടുത്തെ C മിനിമം. ഓക്കെ, രണ്ട് കേസിലും ഈ ടെമ്പറേച്ചറിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. TH1, അതായത് ഇവിടെയും TH1 - TC1 ആണ്, ഇവിടെയും TH1 - TC1 ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രശ്നമില്ല. അപ്പോൾ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫറിന് നമ്മൾ ഒരു ഇക്വേഷൻ ഫിക്സ് ചെയ്യാണ്. ദിസ് ഈസ് അവർ ഇക്വേഷൻ. C minimum into CH or CC. It can be CH or CC. If CH is greater than CC, then CC is C minimum. If CC is greater than CH, then CH is C minimum. And we are having the equation Q is equal to C minimum into TH1 minus എന്താണ്? TC1. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ Qmax കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ നമുക്ക് എത്ര ഇക്വേഷൻസ് ഉണ്ട്? 2 ഇക്വേഷൻസ് ഉണ്ട്. സോ വി ക്യാൻ ഹാവ് 2 ഇക്വേഷൻസ് ഫോർ ഫൈൻഡിങ് the effectiveness of heat exchanger. This is actually equal to effectiveness epsilon is equal to നമ്മൾ ഈ ഹോട്ട് ഫ്ലൂയിഡ് വെച്ചിട്ട് എഴുതുവാണെങ്കിൽ ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? MH ഇൻറ്റു എന്താണ്? CpH ഇൻറ്റു എന്താണ്? TH1 മൈനസ് TH2 ഡിവൈഡഡ് ബൈ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫറിന് ഒറ്റ ഇക്വേഷൻ നമ്മൾ ഇത് പറഞ്ഞു. C മിനിമം ഇൻറ്റു എന്താണ്? TH1 മൈനസ് TC1 ആണെന്ന് പറഞ്ഞു. ഇത് MH×CpH എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആക്ച്വലി ക്യാപിറ്റൽ ലെറ്റർ CH ആണ്. CH ഇൻറ്റു നമുക്ക് എന്ത് പറയാൻ പറ്റും? TH1 മൈനസ് TH2 ഡിവൈഡഡ് ബൈ C മിനിമം ഇൻറ്റു എന്താണ്? TH1 മൈനസ് TC1 ആണ് നമ്മുടെ എന്താണ്? എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഫോർ നമ്മൾ ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ടേംസ് ഓഫ് എന്തെടുക്കുമ്പോഴത്തേക്ക് ഹോട്ട് ഫ്ലൂയിഡിൻ്റെ എടുക്കുമ്പോൾ. അത് കോൾഡ് ഫ്ലൂയിഡിൻ്റെ കേസ് എടുക്കുമ്പോഴത്തേക്ക് എഫക്റ്റീവ്നെസ് ഈസ് ഗിവൺ ബൈ ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ. നമുക്ക് ഈ ഒരു ഇക്വേഷനും പറയാം. ഇത് രണ്ട് ഈക്വൽ ആണ്. ഇത് ഈക്വൽ ടു ഇതാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സാധനമാണ്. അപ്പോൾ MC ഇൻറ്റു CpC ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് ദി കോൾഡ് ഫ്ലൂയിഡ് ഈസ് TC2 മൈനസ് TC1 ഡിവൈഡഡ് ബൈ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ അത് തന്നെയാണ്. C മിനിമം ഇൻറ്റു എന്താണ്? TH1 മൈനസ് TC1 വിച്ച് ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ MC×CpCനെ നമുക്ക് എന്തെന്ന് പറയാം? CC ക്യാപിറ്റൽ ലെറ്റർ CC ഇൻറ്റു TC2 മൈനസ് TC1 ഡിവൈഡഡ് ബൈ നമുക്ക് എന്താണ്? C മിനിമം ഇൻറ്റു TH1 മൈനസ് TC1. So we have 2 equations for finding the effectiveness of heat exchanger. ഈ effectiveness of heat exchanger വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? We can find the heat transfer rate of a fluid. അപ്പോൾ ഒരു എന്താണ് ഇതിനാണ്. അപ്പം once the effectiveness is known, the heat transfer rate can be found out. അതിൻ്റെ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്? നമുക്കിപ്പം സപ്പോസ് ഈ ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഇതാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എഫക്റ്റീവ്നെസ്സിനെ എന്തുകൊണ്ടാണ്? മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ കൊണ്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എഫക്റ്റീവ്നെസ്സിനെ ആ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സാധനം കിട്ടും. ഇനി വാട്ട് യു മീൻ ബൈ ദ നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ്സ്? നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ് അല്ലെങ്കിൽ NTU മെത്തേഡ് എന്ന് പറയുന്നത് എഫക്റ്റീവ്നെസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ ഫങ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾസ്. അതായത് പല പല കാര്യങ്ങളുണ്ട്. അപ്പം
ബൈ കമ്പൈനിങ് നോൺ ഡയമെൻഷണൽ ഗ്രൂപ്പിംഗ്, അതായത് നമ്മളൊരു ഈ എഫക്റ്റീവ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ എഫക്റ്റീവ്നെസ്സും കൂടെ ചേർത്തിട്ട് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പാരലൽ ഫ്ലോ അറേഞ്ച്മെൻറ്റിലും കൗണ്ടർ ഫ്ലോ അറേഞ്ച്മെൻറ്റിലും കുറേ ഒരു ഡെറിവേഷൻ ചെയ്യും. ആ ഡെറിവേഷനിൽ കുറേ നമ്പേഴ്സ് വരും, അതായത് ഡയമെൻഷൻലെസ് നമ്പേഴ്സിൻ്റെ ഒരു കൂട്ടം വരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് NTU, നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ആ ഡെറിവേഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. അപ്പോൾ ആ ഡെറിവേഷനിൽ നമ്മളൊരു ചെയ്യുന്ന നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ് വെച്ചിട്ട് ചെയ്യുന്ന എഫക്റ്റീവ്നെസ്സും കൂടെ വരുമ്പോൾ ഉൾപ്പെടുത്തി ചെയ്യുന്ന അനാലിസിസ്, ഹീറ്റ് എക്സ്ചേഞ്ചർ അനാലിസിസ് ആണ് NTU മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് പല പല ടൈപ്സ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിൻ്റെ എഫക്റ്റീവ്നെസ്സും അതിൻ്റെ ആപ്ലിക്കേഷൻസിൽ അവൻ്റെ എഫക്റ്റീവ്നെസ് നമുക്ക് കമ്പയറബിൾ ആവും. മനസ്സിലായില്ലേ? എത്രത്തോളം പാരലൽ ഫ്ലോയിലെ എഫക്റ്റീവ്നെസ് എത്ര, കൗണ്ടർ ഫ്ലോ എഫക്റ്റീവ്നെസ് എത്ര, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാനായിട്ട്. അതായത് പാരലൽ ഫ്ലോ വെക്കുമ്പോഴാണോ കൗണ്ടർ ഫ്ലോ വെക്കുമ്പോഴാണോ നമുക്ക് കൂടുതൽ എഫക്റ്റീവ്നെസ് കിട്ടുന്നത്, ഈ ഒരു ടെമ്പറേച്ചർ പ്രൊഫൈൽ അല്ലെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചർ ലിമിറ്റ്സിൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഡി ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതാണ് നമ്മളെ NTU മെത്തേഡ് എന്ന് പറയുന്നത്. വിൽ ബി ഡിസ്കസിങ് ദ നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ്സ് എന്തുവാണ് ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. എഫക്റ്റീവ്നെസ് അല്ല എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത് നമ്മൾ വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും തമ്മിൽ എന്തായത് കൂട്ടിക്കുഴച്ച് കളയരുത്. അപ്പോൾ എഫിഷ്യൻസി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോയാൽ, ഞാൻ നോക്കട്ടെ, ഓപ്പറേറ്റേഴ്സ് നമുക്ക് എഫിഷ്യൻസി എനിക്ക് തോന്നുന്നു അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു, അതായത് നമ്മൾ എന്തായാലും AMTD എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യണം. അതായത് ഒരു പ്രോബ്ലം, അതായത് നമ്മൾ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ തന്നെ ഒരു AMTD മെത്തേഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് പ്രോബ്ലം ചെയ്യാനേ ഉള്ളൂ. എന്തുകൊണ്ട് നമ്മൾ AMTD എടുക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ആ സമയത്ത് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ അവൻ്റെ എഫിഷ്യൻസിയുടെ കാര്യം എന്താണ് എഫിഷ്യൻസി, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്നൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ നോക്കണം. എഫിഷ്യൻസി എന്ന് പറയുന്നത് എഫക്റ്റീവ്നെസ് നമ്മൾ ഡിഫറൻസ് എന്തുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. സോ ഇത് നല്ല വൃത്തിയോടെ നോക്കിയിട്ട് വേണം അടുത്ത നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് പഠിക്കാനായിട്ട്. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നമ്മൾ ടെലഗ്രാമിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അൽബാക്കരുത്. കാര്യം ഈ കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടാണ് ക്ലിയർ ചെയ്യാൻ. മറ്റാണെങ്കിൽ എനിക്കൊരു ഫോട്ടോ എടുത്താൽ ഇട്ട് കൊടുത്താൽ മതിയല്ലോ, ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. കമൻറ്റിലൊന്നും അത് പറ്റത്തില്ല, ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. അതും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ.